ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അടുക്കള പണികളൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ദോശയാണ് കേട്ടോ. ദോശയ്ക്ക് മസാലക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മോൾക്കിന്ന് രാവിലെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവളിന്ന് എണ്ണ തേച്ച് കുളിക്കണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണ്ണയൊക്കെ നേരത്തെ തേച്ച് കൊടുത്തിന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷമായിട്ട് തല കഴുകുള്ളൂ തേച്ച് കഴുകുള്ളൂ. അപ്പോൾ ഇന്ന് എണ്ണ തേക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ നന്നായി എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്നു. പിന്നെ അവിടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഒന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് പാത്രങ്ങൾ അധികം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴുകി വെച്ചിട്ട് ഇനി അടുക്കള എന്താ പറയുക കുക്കിങ്ങൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലേക്ക് ദോശയാണ് കേട്ടോ. ദോശയും മസാലക്കറിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കടയ്ക്ക് പോയി കേട്ടോ. കടയിൽ പോയി കുറച്ച് പച്ചക്കറികളും പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല വെക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെ ദോശയായിരുന്നു കേട്ടോ. അപ്പം ദിവസം ദോശയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് ഇഡ്ഡലിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇത് മസാലക്കറി ഉള്ളതുകൊണ്ട് പിന്നെ കഴിക്കട്ടോ ദോശ. അപ്പോൾ നമ്മുടെ ഇഷ്ടമെന്നും പറയാം ഇതിന് കേട്ടോ. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ വെക്കില്ല അതേപോലത്തെ കറിയായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ദോശയ്ക്ക്. പിന്നെ മോൾക്ക് ദോശയും മസാലക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. മോളുടെ മറ്റേ ബ്ലാക്ക് ഡ്രസ്സിൽ അന്ന് ബർത്ത്ഡേക്ക് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷാമ്പു വെള്ളത്തിലൊന്ന് മുക്കി പുറത്ത് അലക്കിയിടുകയാണ്. അപ്പോൾ അത് ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ. ഫുൾ ബ്ലാക്ക്. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ബ്ലാക്ക് ലെഗിൻസാണ് കേട്ടോ. പിന്നെ ഷാളാണ് കുറച്ച് ഹെവി ആയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടുണ്ടായിരുന്നല്ലോ ഫോട്ടോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചൂടായപ്പോൾ അരിയൊക്കെ ഇട്ടു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ വേവാനായിട്ട്. അപ്പോൾ ഞാനതവിടെ ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ ഞാൻ പൈപ്പ് വെക്കാൻ വന്നതാണ് കേട്ടോ. ഭരണിക്ക് പൈപ്പ് വെക്കാൻ വന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ വെച്ചത് കുറച്ച് ബാലൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 10 കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വെക്കാൻ വിചാരിച്ചു. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഉച്ച സമയത്തൊക്കെ എന്തെങ്കിലും ചെയ്യുക പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇത് വെച്ച് ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇത് വെച്ച് വരുമ്പോഴേക്കും ആകെ വിയർത്ത് കുളിക്കും. അതുകൊണ്ട് തന്നെ ഈ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അന്ന് നമ്മൾ വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭരണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എണ്ണം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെക്കാൻ വിചാരിച്ചു. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഓർമ്മയുണ്ടാവില്ല. അതാണ് ആരെങ്കിലും കസ്റ്റമർ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അയ്യോ പൈപ്പ് വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുക. 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പൈപ്പ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോളത് അവിടെ എന്തോ വന്ന് ചോദിച്ചിട്ട് പോയിട്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഒരെണ്ണം പൈപ്പ് വെച്ചു കേട്ടോ. അതിന് ബാക്കിയും പൈപ്പ് വെച്ചിട്ട് വരാം കേട്ടോ. പിന്നെ അതിന് ശേഷം പൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ കുളിച്ചു ഫ്രഷ് ആയിട്ടോ. സമയം 12 മണിയൊക്കെ ആയി തോന്നുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെറുതായിട്ടൊരു മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മൾ ഫെയർ ലവ്ലിയോ സൺസ്ക്രീൻ ഉപയോഗിക്കട്ടെ. ചിലപ്പോൾ ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിക്കില്ല. അങ്ങനെയാണ് കേട്ടോ. മോള് വാങ്ങി വെച്ചതാണ് കേട്ടോ. അവൾ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഫെയർ ലവ്ലിയാണ് ഞാൻ എപ്പോഴും അധികം യൂസ് ചെയ്യണത്. കുളി കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്രീം അതാണ് കേട്ടോ. ചെറുപ്പം മുതലേ ശീലിച്ചത് കേട്ടോ. ചെറുപ്പം പറഞ്ഞാൽ ഞാനൊരു +2 പഠിക്കുന്ന ആ സമയം മുതൽ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അത് വേറെ കുറേ യൂസ് ചെയ്താലും എനിക്ക് സെറ്റ് ആവണില്ല. അതുതന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ഫെയർ ലവ്ലി ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. എത്ര നേരം വെച്ചാലും അത് വെന്ത് കുഴയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് വെക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മോര് കറിയാണ് കേട്ടോ. മോര് കൂട്ടാനാണ്.
മോര് കറി മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മത്തനിട്ടുള്ള കറിയാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം. അപ്പം ഇന്ന് എന്തായാലും മത്തൻ ഉണ്ടായിരുന്നു. അപ്പം മത്തൻ ഒഴിച്ചിട്ടുള്ളൊരു മോര് കൂട്ടാനാണ് ഇന്ന് വെക്കാൻ പോണത്. എന്തായാലും ഇപ്പോൾ ചൂടും ഒക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് മോര് കൂട്ടുന്നത് നല്ലതാണല്ലോ. ഡെയിലി മോര് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന്, പക്ഷേ അതിനൊന്ന് കുറച്ചധികം മോരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തനൊക്കെ തോല് ചെത്തി ചെറിയ പീസുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വെക്കണത് വന്നിട്ട് സിമ്പിളായിട്ടാണ് കേട്ടോ, തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല. തേങ്ങ അരയ്ക്കാണ്ടുള്ള മോര് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇത് വേഗം വേവും, അതുകൊണ്ട് ഒരുപാട് വിസിലൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു വിസിൽ അത്ര മതി കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പകുതി ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് കറികളൊക്കെ വെക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ഒരു അധികം വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെറുതെ വെള്ളം കുടിച്ച് ഇങ്ങനെ വയറ് നിറച്ചുകൊണ്ടിരിക്കും അല്ലേ. നാരങ്ങ വെള്ളമോ മോരും വെള്ളമൊക്കെ കുടിച്ചാൽ തന്നെ വയറ് നിറയും. പിന്നെ നമുക്ക് കഴിക്കാനും ഒന്നിനും ഇങ്ങനെ എരിവുള്ളതോ ഒരുപാടൊന്നും കഴിക്കാനൊന്നും തോന്നില്ല. നമുക്ക് മോര് കറിയോ അതുപോലെ തന്നെ മോര് കാച്ചിയതോ അങ്ങനെയൊക്കെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ് നമുക്കിപ്പോൾ കഴിക്കാൻ തോന്നുക. അതുകൊണ്ട് തന്നെ മോര് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചത്. മത്തനൊക്കെ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പകുതി വേവായാൽ മതി. ഇത്തിരി ഉടയുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉടയ്ക്കാട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ പച്ചക്കറിക്ക് കൂടുതൽ നന്നായി വേവിക്കും കേട്ടോ. മോളാണെങ്കിൽ പച്ചക്കറി സെപ്പറേറ്റ് എടുത്ത് വെച്ച് അത് കഴിക്കുകയല്ല കേട്ടോ. അപ്പം അങ്ങനെ ഉടച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. അവൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ ചാറിലിട്ട് അങ്ങനെ ഉടയ്ക്കും കേട്ടോ. അപ്പോൾ ചാറിൻ്റെ കൂടെ അത് ഒഴിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുമല്ലോ, അല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ. ഇവരൊന്നും പച്ചക്കറി കഴിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് അങ്ങനെയൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മത്തൻ ഞാൻ കുറച്ചങ്ങനെ ഉടച്ചിട്ടാണ് അവൾക്ക് കൊടുക്കാറ് കേട്ടോ. മത്തൻ സെപ്പറേറ്റ് ആണെങ്കിൽ അതെല്ലാം മാറ്റി മാറ്റി വെക്കും. പിന്നെ അതിൻ്റെ ചാറ് മാത്രം എടുത്ത് കഴിക്കും കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാറിൽ മത്തനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉടച്ചിട്ടാണ് അവൾക്ക് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതും കഷ്ണങ്ങളും കഴിച്ച പോലെയായി, പക്ഷെ അവൾക്ക് കഴിക്കാത്ത പോലെയായി, അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായി വേവിച്ചിട്ടുണ്ട്. പിന്നെ തൈരിന് അങ്ങനെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്താൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് എന്താ പറയുക, കടുക് താളിക്കാം കേട്ടോ. കറിവേപ്പിലയും വറമുളകില്ലേ, ഉണക്കമുളക്, അതൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് മോര് കറി ലാസ്റ്റ് ഒന്ന് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഡപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് കവറിൽ അങ്ങനെ വെച്ചിരിക്കണേ. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഇതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറമുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലും ഇട്ടിട്ട് അങ്ങോട്ട് കടുക് താളിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോര് കൂട്ടാൻ, അതുപോലെ സിമ്പിളായിട്ടുള്ള മോര് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മത്തൻ ഇട്ടുകൊണ്ട് തന്നെ ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മത്തൻ ഇട്ടിട്ടുള്ള മോര് കറിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. നമ്മൾ ഗുരുവായൂർക്കൊക്കെ പോകുമ്പോൾ അവിടുന്ന് നമ്മൾ കഴിക്കില്ലേ, പ്രസാദമൊക്കെ കഴിക്കില്ലേ, അധികം മത്തൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ അധികം ഉണ്ടാക്കുമ്പോഴും മത്തൻ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. മോൾക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിച്ച ആ ടേസ്റ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും മത്തൻ ഇട്ടിട്ട് തന്നെ മോര് കറി വെക്കാൻ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും പാത്രങ്ങൾ ഇഷ്ടം പോലെ കഴുകാനായി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളപ്പണി കുക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകുന്നത് ഒരു മെയിൻ പരിപാടിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അടുക്കള പിന്നെ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അവിടെ നിന്നിട്ട് പണി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം രാവിലെ നേരത്തെ തന്നെ എല്ലാ പണികളും കഴിച്ച് വെക്കുകയാണ് നല്ലത്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ഇല്ലാണ്ടിരിക്കില്ലല്ലോ അടുക്കളയിൽ. അപ്പം പിന്നെ അടുത്തതായിട്ട് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് കണ്ണം ചേച്ചിക്ക് ഉച്ചയ്ക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ചോറാണ് കേട്ടോ. നമുക്ക് ചോറാണല്ലോ എപ്പോഴും, കണ്ണം ചേച്ചിക്ക് മാത്രമാണല്ലോ സ്പെഷ്യൽ. അപ്പം അങ്ങനെ ഇതാ ദോശ ഉണ്ടാക്കി. ഇനി ഞാൻ ചോറുണ്ണട്ടെ കേട്ടോ. നല്ല ചൂടായിരുന്നു, നന്നായി വയർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ചൂട്. പിന്നെ ഞാനും എന്തായാലും ആ പണിയും കൂടി കഴിഞ്ഞു, എല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ അതിന് ശേഷം ഇതാ നമ്മുടെ AC, ഇതാണ് കേട്ടോ നമ്മുടെ സർപ്രൈസ് ആയിട്ടുള്ളൊരു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ വാങ്ങിച്ചെന്ന AC. അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത് കേട്ടോ. അപ്പുറത്ത് കണ്ണം ചേച്ചിയും കിടക്കും, ഈ കട്ടിൽ മോളും ഞാനും കൂടി കിടക്കും കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും AC യൂസ് ചെയ്യാമല്ലോ. ഒരു എന്താ പറയുക, ഹാളിലാണ് നമ്മൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഹാളിൽ വെക്കാൻ പറ്റില്ലല്ലോ, ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ റൂമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ 2 കട്ടിലിടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ തന്നെ ഒരുമിച്ച് കിടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ ചൂടല്ലേ, രാത്രിയാണ് നമുക്ക് മെയിനായിട്ട് ഇത് ആവശ്യം. അപ്പോൾ എന്തായാലും
അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എ സി വെച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ എ സി ഇട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. പിന്നെ മോൾക്ക് വിശക്കണോ പറഞ്ഞു, നൂഡിൽസ് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ കുറേ ദിവസമായി നൂഡിൽസ് കഴിച്ചിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും നൂഡിൽസ് വേണം പറഞ്ഞിട്ട് ഒരേ വാശി കേട്ടോ. അപ്പോൾ അത് അവൾ നൂഡിൽസൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാൻ നൂഡിൽസ് വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അത് EP നൂഡിൽസാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്, വലുതാണ് കേട്ടോ. അപ്പോൾ അവൾ ഫുള്ളായിട്ട് കഴിക്കില്ല, അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മാവ് അരച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതെല്ലാം ഞെക്കി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നൂല് പോലുള്ളത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കേട്ടോ. മോൾക്കാണെങ്കിൽ ഇങ്ങനെ സൂപ്പി നൂഡിൽസ് ഇല്ലേ, സൂപ്പ് പോലെ, അത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം വെള്ളം ഒഴിച്ചു കേട്ടോ. പക്ഷേ അവൾക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ അതിന് എന്തായാലും വറ്റിക്കണം, വെള്ളം ഒഴിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നന്നായിട്ട് വേവും കേട്ടോ. ശരി, കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഫുള്ളായിട്ടൊന്ന് വറ്റണം വരെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നൂഡിൽസ് 2 മിനിറ്റ് റെഡിയാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഇതൊക്കെ 10-15 മിനിറ്റായി, അതിലും കൂടുതൽ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ നൂഡിൽസൊക്കെ അത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പം നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് മോൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഈ നാരങ്ങയൊക്കെ മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടില്ല, എനിക്ക് ഇത്തിരി അധികം കിട്ടും. ആ കറണ്ടിയിലുള്ളത് എനിക്ക് വേണം കേട്ടാ. അങ്ങനെ ഇതാ 2 പേർക്ക് നൂഡിൽസൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അതാ മോൾ ഉമ്മർത്ത് വന്നിരുന്നു, ഹാളിൽ വന്നിരുന്നു കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസും കൂട്ടിയിട്ടാണ് നൂഡിൽസ് കഴിക്കുന്നത്. അപ്പോൾ ഞാനും കുറച്ച് നൂഡിൽസിന് ടൊമാറ്റോ സോസൊക്കെ വെച്ച് കഴിക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിരുന്നു കേട്ടോ. സോസ് വെച്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പിന്നെ ഉപ്പും മുളകും സീരിയൽ വെച്ചിട്ട് എന്ത് ഭക്ഷണവും കഴിക്കുള്ളൂ കേട്ടോ. ആ ഒരു സീരിയൽ തന്നെ മെയിനായിട്ട് ഇവിടെ വെക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ 24 മണിക്കൂർ വേണമെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ. അത് മടുക്കുകയില്ല കേട്ടോ. ഞാനും ഫസ്റ്റൊക്കെ വിചാരിക്കും ഇതിൽ എന്തെന്നെ ഉണ്ട് വിചാരിക്കും കേട്ടോ. പക്ഷെ കാണാൻ തുടങ്ങിയപ്പോഴേ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ നൂഡിൽസൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത പരിപാടി തുണികളൊക്കെ മടക്കി വെക്കലായിരുന്നു കേട്ടോ. കുറേ തുണികളുണ്ടായിരുന്നു അലക്കിയത്. അപ്പോൾ അതൊക്കെ മടക്കി കബോർഡിൽ ഓരോരുത്തരുടെ ഓരോ ഭാഗങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പണികൾ, മുറ്റടിച്ച് വരാനുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ, ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ പാലൊക്കെ വന്നു കേട്ടോ. പാല് വന്നു, പിന്നെ ചായയൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഇതെല്ലാം ഇവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അമ്മയും കുഞ്ഞിപ്പെണ്ണും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ വൈകുന്നേരമായപ്പോൾ വന്നു, ഇതാ സ്വത്തുപ്പെണ്ണ വന്നിട്ടുണ്ട്. പിന്നെ അതാ മോളും ഇതാ കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യമായിട്ട് എന്തോ ഒരു കാർട്ടൂൺ പരിപാടി എന്തോ കാണുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അതാ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛോ, കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിലാണ് കേട്ടോ ആള്. പിന്നെ അതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ മുറ്റടിക്കാനത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അതാ മോളാണെങ്കിൽ അവളെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഈ ഹാങ്ങിങ് കണ്ടില്ലേ, അതൊക്കെ പിടിച്ച് വലിക്കണം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിനെ വെറുതെ വലിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമല്ലോ, ഹാങ്ങിങ് ബെൽസൊക്കെ തൊടുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് അവൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടാൻ വിചാരിച്ചു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്
വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ, പക്ഷേ സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. പിന്നെ ലൈക്കും ഒന്ന് അടിക്കണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊരു വൈകുന്നേര സമയമാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. അതാ ഗ്യാപ്പിൽ നോക്ക്, ഗ്യാപ്പുണ്ട് പൂച്ചട്ടിയില്. കുട്ടിയുടെ മേലെ വെള്ളമുണ്ട്, കുട്ടിയുടെ മേലെ വെള്ളമുണ്ട്. അങ്ങനെ കുഞ്ഞുപെണ്ണിൻ്റെ കൂടെ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അവർ പോയി, സമയമായില്ലേ, ഇരുട്ടായില്ലേ. അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ട് അനിയത്തിൽ അവിടെ പോയി. പിന്നെ ഞാൻ കട അടയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം ഒതുക്കി വെക്കുകയാണ്. എല്ലാം ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം അടയ്ക്കാൻ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉമ്മറത്ത് കാണുന്ന പോലെ റോഡിൻ്റെ ഓരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലെ പൈപ്പ് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഷോപ്പ് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.